ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം. തുടർച്ചയായി ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന വടക്കൻ യൂറോപ്യൻ രാജ്യമാണ് ഫിൻലാൻഡ്. എസ്റ്റോണിയയിൽ നിന്ന് കപ്പൽ മാർഗമാണ് ഫിൻലാൻഡിലേക്ക് വന്നത്. ബാൾട്ടിക് കടലിന്റെ ഗൾഫ് ഓഫ് ഫിൻലാൻഡ് കടന്ന് 2.5 മണിക്കൂർ സമയം കൊണ്ട് കപ്പലിൽ തലസ്ഥാനമായ ഹെൽസിംകിയിലേക്ക് വരാൻ കഴിയും. വിമാനയാത്ര അരമണിക്കൂർ മതിയാകുമെങ്കിലും ചെലവേറിയതാണ്. കപ്പൽ യാത്ര വളരെ മനോഹരമാണ്, ഒപ്പം താങ്ങാനാവുന്നതുമാണ്. ആധുനിക ക്രൂയിസുകളിൽ ഉള്ളതുപോലെ റെസ്റ്റോറന്റുകൾ, നിരീക്ഷണ ഡെക്കുകൾ, ലോഞ്ചുകൾ എന്നിവയൊക്കെ ഉണ്ട്. നേരിട്ട് ടിക്കറ്റുകൾ വാങ്ങാൻ കഴിയുമെങ്കിലും ഓൺലൈനായി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. യാത്രയിൽ പാസ്പോർട്ട് കൈവശം വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഫിൻലാൻഡ് ഉൾക്കടലിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഫിൻലാൻഡ് ബാൾട്ടിക് രാജ്യമോ സ്കാൻഡിനേവിയൻ രാജ്യമോ അല്ല, എന്നാൽ ഇവയ്ക്കിടയിൽ വരുന്ന ഒരു രാജ്യമാണ് താനും. ഭൂമിശാസ്ത്രപരമായി അത് നോർഡിക് രാജ്യങ്ങളിലൊന്നാണ്. നോർഡിക് രാജ്യങ്ങളിൽ ഫിൻലാൻഡ് കൂടാതെ ഐസ്ലാൻഡും ഗ്രീൻലാൻഡ് ഉൾപ്പെടെയുള്ള 3 സ്വയംഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നു. ബാൾട്ടിക് രാജ്യമല്ലെങ്കിലും ബാൾട്ടിക് കടലിന്റെ മകളായിട്ടാണ് ഫിൻലാൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിംകി അറിയപ്പെടുന്നത്. ഫിൻലാൻഡ് 75% വനങ്ങളും ആയിരക്കണക്കിന് തടാകങ്ങളും നിറഞ്ഞ മനോഹരമായ പ്രകൃതിയുള്ള രാജ്യമാണ്. മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം, ഉയർന്ന ജീവിത നിലവാരം, നോർത്തേൺ ലൈറ്റുകൾ എന്ന ധ്രുവദീപ്തി, സാന്താക്ലോസിന്റെ ജന്മദേശം തുടങ്ങി ഫിൻലാൻഡിന്റെ ഖ്യാതികൾ നിരവധിയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ തടാക ജില്ലയും ഇവിടെയുണ്ട്, ഫിനിഷ് ലേക്ക് ലാൻഡ്. ഞങ്ങളുടെ ഹോട്ടൽ കടലിന് അഭിമുഖമായി കാമ്പി എന്ന സ്ഥലത്തായിരുന്നു. രാവിലെ പതിവ് പോലെ അവിടെയൊക്കെ ഒന്ന് നടന്നു ചുറ്റിക്കാണാൻ ഇറങ്ങി. കല്ലുപാകിയ വീതിയേറിയ നടപ്പാതകളും പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന മട്ടിൽ യാതൊരു ചവറുകളോ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ ഇല്ലാത്ത സുന്ദരമായ പുൽത്തകടികളും ഒക്കെയായി മനോഹരമാണ് ഇവിടെയും. ഒരു കെട്ടിടത്തിന്റെ 6ാം നിലയിൽ നിന്ന് ബൂം ലിഫ്റ്റ് ക്രെയിൻ ഉപയോഗിച്ച് താഴേക്ക് ചാക്കുകെട്ടുകൾ എത്തിക്കുന്നത് കുറച്ചു നേരം നോക്കി നിന്നു. റോഡുകളിൽ തിരക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യമായി റാങ്ക് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടെന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് നിർണ്ണയിക്കുന്നത് 6 പ്രധാന സാമൂഹിക മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഇവയിൽ എല്ലാത്തിലും തന്നെ ഫിൻലാൻഡ് ഉയർന്ന സ്കോറാണ് നേടിയിട്ടുള്ളത്. ശക്തമായ കമ്മ്യൂണിറ്റി നെറ്റ്വർക്കുകൾ, ഉയർന്ന GDP നിലവാരം നൽകുന്ന ശക്തമായ സ്ഥിരതയുള്ള സമ്പദ് വ്യവസ്ഥ, ആരോഗ്യകരമായ ജീവിതം, ആയുർദൈർഘ്യം, ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം, മികച്ച ജീവിതശൈലി, വ്യക്തി സ്വാതന്ത്ര്യം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള പൊതുജനങ്ങളുടെ സന്നദ്ധത, പൊതുസ്ഥാപനങ്ങളിലുള്ള ഉയർന്ന വിശ്വാസം, സർക്കാർ സ്ഥാപനങ്ങളുടെ സ്വീകാര്യത, കുറഞ്ഞ അഴിമതി, ഇതൊക്കെയാണ് ഫിനിഷ് സന്തോഷ രഹസ്യങ്ങൾ. ഇതൊരു സുപ്രഭാതത്തിൽ അവർ ആർജിച്ചെടുത്തതല്ല. അവരുടെ സാംസ്കാരികവും സാമൂഹികമായ മൂല്യങ്ങൾ ആഴത്തിൽ വേരൂന്നിയതാണ്. കൂടാതെ സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ ആരോഗ്യ സംരക്ഷണം, ഉദാരമായ രക്ഷാകർതൃ അവധി, പ്രകൃതിയുമായുള്ള സന്തുലിതാവസ്ഥ, ശാന്തത, ലിംഗസമത്വത്തിലും തുല്യ അവസരങ്ങളിലുമുള്ള ശ്രദ്ധ, ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഹെൽസിംകിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ മനോഹരമായ പള്ളിയാണ് ഉസ്പെൻസ്കി കത്തീഡ്രൽ. ഇതൊരു ഗ്രീക്ക് ഓർത്തഡോക്സ് കത്തീഡ്രലാണ്. 1827 ഇത് നിർമ്മിച്ചത്. ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി നിരവധി തവണ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ടെങ്കിലും അവിടെയും ജനങ്ങളും എന്തോ ആവശ്യങ്ങൾക്കായി സമരം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. പാർലമെന്റ് മന്ദിരത്തിന് സമീപമാണ് ഈ വലിയ പ്രതിഷേധ സമരം നടക്കുന്നത്. അല്ലെങ്കിലും ജനങ്ങൾ ഒന്നിനും പ്രതികരിക്കാത്തവരാകുന്നതല്ലോ സന്തോഷത്തിന്റെ മാനദണ്ഡം. സന്തോഷം ഉണ്ടെങ്കിലും സമരം ചെയ്യാം. സമരവും ഭരണവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന നമ്മളോട് ബാല. ഇവിടമാണ് സെനറ്റ് സ്ക്വയർ. സെനറ്റ് സ്ക്വയറും അതിന്റെ ചുറ്റുപാടുകളും മധ്യ ഹെൽസിംകിയിലെ ഏറ്റവും പഴക്കമേറിയ ഭാഗങ്ങളാണ്. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ കെട്ടിടമാണ് ഹെൽസിംകി കത്തീഡ്രൽ, സർവകലാശാല കെട്ടിടം, സെഡർ ഹോം ഹൗസ്, ഗവൺമെന്റ് കൊട്ടാരം അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് തുടങ്ങിയവയാണ് ഏറ്റവും പുരാതനമായ ഇവിടുത്തെ കെട്ടിടങ്ങൾ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഓഫീസുകൾ. ഇത് അലക്സാണ്ടർ 2ാമന്റെ പ്രതിമയാണ്. അദ്ദേഹം റഷ്യയുടെ ചക്രവർത്തിയും പോളണ്ടിലെ രാജാവും ഫിൻലാൻഡിന്റെ ഗ്രാൻഡ് ഡ്യൂക്കും ആയിരുന്നു. റഷ്യൻ അടിമത്തം ഔദ്യോഗികമായി നിർത്തലാക്കാൻ സഹായിച്ച കാരണത്താൽ ഇദ്ദേഹത്തെ ദി ലിബറേറ്റർ എന്നും വിളിക്കുന്നു. നീതിന്യായ വ്യവസ്ഥ മെച്ചപ്പെടുത്തിയതും മാധ്യമ സെൻസർഷിപ്പിൽ ഇളവ് വരുത്തിയതും ജൂതന്മാർക്കുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കിയതും ശാരീരിക ശിക്ഷ നിർത്തലാക്കിയതും തദ്ദേശ സ്വയംഭരണം പ്രോത്സാഹിപ്പിച്ചതും റഷ്യൻ സമ്പദ് വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കുകയും ഉൾപ്പെടെ നിരവധി ലിബറൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഒരു ചക്രവർത്തിയായിരുന്നു ഇദ്ദേഹം. മികച്ച ഭരണാധികാരിയായി ഇദ്ദേഹത്തിന്റെ പ്രതിമയുടെ തലയ്ക്കൽ ഒരു പ്രാവിരിക്കുന്നത് കണ്ടപ്പോൾ ഓസ്കാർ വൈൽഡിന്റെ ദി ഹാപ്പി പ്രിൻസ് എന്ന കഥയാണ് ഞാൻ ഓർമ്മിച്ചത്. രാജകുമാരന്റെ പ്രതിമയിൽ ഘടിപ്പിച്ചിരുന്ന വിലപിടിച്ച രത്നങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ പ്രതിമ തന്നെ ഒരു കുഞ്ഞു പക്ഷിയുടെ സഹായത്താൽ പാവപ്പെട്ടവർക്ക് നൽകിയ ഹൃദയസ്പർശിയായ കഥ. ഇത് ഹെൽസിംകിയിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും അവിടുത്തെ ക്ലോക്ക് ടവറുമാണ്. ഇത് ഫിൻലാൻഡ് നാഷണൽ മ്യൂസിയം. ഹെൽസിംകി 1000 തടാകങ്ങളുടെ നാട് എന്ന് വിളിക്കാറുണ്ട്. ഏതാണ്ട് 1,88,000-ത്തിലധികം തടാകങ്ങളും വലിയ ദ്വീപ സമൂഹങ്ങളും നിറഞ്ഞ അതിമനോഹര ഭൂപ്രകൃതിയുള്ള
നോർത്തേൺ ലൈറ്റുകൾ എന്ന ധ്രുവദീപ്തി വർഷത്തിൽ 200-ലധികം രാത്രികളിൽ ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്നത് കാണാൻ സാധിക്കുന്ന പ്രദേശമാണ് ഫിനിഷ് ലാപ്ലാൻഡ്. ഓഗസ്റ്റ് അവസാനം മുതൽ ഏപ്രിൽ ആദ്യം വരെയാണ് ഇത് ദൃശ്യമാവുക. വേനൽക്കാലമാകുന്നതോടെ രാത്രിയും സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതിനാൽ ഈ പ്രതിഭാസം കാണാൻ സാധിക്കാതെ വരും. ഫിനിഷ് ലാപ്ലാൻഡിലെ റോവാനിമി സാന്താക്ലോസിന്റെ ഔദ്യോഗിക വസതിയായി അറിയപ്പെടുന്നു. സാന്താക്ലോസിന്റെ വസതിയും ധ്രുവദീപ്തി കാണുന്നതിനും മാത്രമായി പ്രത്യേക പാക്കേജുകൾ കേരളത്തിലെ ചില ടൂർ കമ്പനികൾ നവംബർ മാസം മുതൽ നടത്തുന്നുണ്ട്. കഠിനമായ തണുപ്പുള്ള ശൈത്യകാലവും മനോഹരമായ വേനൽക്കാലവുമാണ് ഫിൻലാൻഡിലുള്ളത്. ശാന്തമായ ജീവിതശൈലിയും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള സംസ്കാരവുമാണ് ഇവർ പിന്തുടരുന്നത്. ഫിൻലാൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കി ബാൾട്ടിക് കടലിനാൽ ചുറ്റപ്പെട്ട ഫിൻലാൻഡ് ഉൾക്കടലിലെ ഒരു ഉപദ്വീപ് പോലെയാണ് കാണപ്പെടുന്നത്. ഇതാണ് ഹെൽസിങ്കിയിലെ പാർലമെന്റ് മന്ദിരം. 1931 ഇത് നിർമ്മിച്ചത്. പാർലമെന്റ് കെട്ടിടത്തിന്റെ പടികൾക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ലൈബ്രറിയാണ് ഹെൽസിങ്കി സെൻട്രൽ ലൈബ്രറി. ഇതൊരു ശ്രദ്ധേയമായ വാസ്തുവിദ്യ അത്ഭുതമാണ്. വിശാലമായ പുസ്തക ശേഖരത്തിനപ്പുറം കെട്ടിടത്തിൽ ഒരു സിനിമാ തിയേറ്റർ, ഓഡിയോ വിഷ്വൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾ തുടങ്ങിയവയുമുണ്ട്. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് സെൻട്രൽ ലൈബ്രറി എന്ന് പേര് വന്നിട്ടുണ്ടെങ്കിലും ഇത് ഹെൽസിങ്കിയിലെ ഏറ്റവും പ്രധാന ലൈബ്രറി അല്ല. അത് പസിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2019 ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ലൈബ്രറി അസോസിയേഷൻസ് ഈ ലൈബ്രറിയെ മികച്ച പബ്ലിക് ലൈബ്രറി ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തിട്ടുണ്ട്. പുസ്തകം എടുക്കുന്നതിനും തിരികെ വയ്ക്കുന്നതിനും മറ്റുമായി റോബോട്ടുകളുടെ സംവിധാനവും ഇവിടെയുണ്ട്. ഈ ലൈബ്രറിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ 13 മീറ്റർ ഉയരമുള്ള അലൂമിനിയം സ്റ്റീൽ ഐക്കണിക് ശില്പം പ്രശസ്ത ഫിനിഷ് കവിയായ ആരോ ഹെല്ലോകോസ്കിയുടെ ഹൗൻ ലവ്ലു എന്ന സർ റിയൽ കവിതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സൃഷ്ടിച്ചതാണ്. ജലത്തിൽ നിന്നും ഉയർന്നു വന്ന മനോഹരമായ ഗാനം ആലപിക്കുന്ന പൈക്ക് എന്ന മത്സ്യത്തിന്റെ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കവിത രചിക്കപ്പെട്ടത്. മാർക്കറ്റ് സ്ക്വയറിലുള്ള ബാൾട്ടിക്കിന്റെ മകൾ എന്ന പേരിൽ തന്നെയുള്ള ഹാവിസ് അമാൻഡ പ്രതിമയും ഈ നഗരത്തിന്റെ ഒരു പ്രതീകാത്മക സൃഷ്ടിയാണ്. ഹെൽസിങ്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ ഒരു കലാസൃഷ്ടിയാണ് ഹാവിസ് അമാൻഡ. 5 മീറ്റർ ഉയരമുള്ള ആർട്ട് ന്യൂവോ വെങ്കല ശില്പത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു മത്സ്യകന്യയായിട്ടാണ് ഈ ശില്പം ചെയ്തിരിക്കുന്നത്. ഹാവിസ് അമാൻഡ ബാൾട്ടിക്കിന്റെ മകളെ പ്രതിനിധീകരിക്കുന്നതും ഒരു പ്രധാന നഗര ലാൻഡ്മാർക്കായി പ്രവർത്തിക്കുന്നതുമായ ജലധാരാ ശില്പമാണ്. ഇത്തരത്തിലുള്ള നിരവധി ശില്പങ്ങൾ ഹെൽസിങ്കിയിലുണ്ട്. പ്രശസ്ത ഫിനിഷ് സംഗീത സംവിധായകൻ ജീൻ സിബിലിയസിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു മനോഹര സൃഷ്ടിയാണ് സിബിലിയസ് സ്മാരകം. പ്രത്യേക ഡിസൈനിൽ അറേഞ്ച് ചെയ്ത ഓർഗൻ പൈപ്പുകളെ പോലെയാണ് ഈ ശില്പം കാണപ്പെടുക. തിരമാല പോലുള്ള പാറ്റേണിൽ വെൽഡ് ചെയ്ത 600-ലധികം പൈപ്പുകളുടെ ഒരു പരമ്പരയാണ് ഈ ശില്പം. സമീപത്ത് തന്നെ സിബിലിയസിന്റെ മുഖശില്പവും കാണാം. ഫിനിഷ് കലാകാരിയായ ഐല ഹിൽറ്റൂൺ സൃഷ്ടിച്ചതാണിത്. ഈ പാർക്കിൽ തന്നെയുള്ള മറ്റൊരു വെങ്കല ശില്പമാണ് ഇൽ മാറ്റർ ജാസോട്ക. ഫിനിഷ് ദേശീയ ഇതിഹാസമായ കലേവാലയിലെ ഇൽ മാറ്റർ ദേവതയെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഹെൽസിങ്കി ഒളിമ്പിക് സ്റ്റേഡിയത്തിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന പാവോ നൂർമിയുടെ വെങ്കല ശില്പം വളരെ പ്രസിദ്ധമാണ്. 9 തവണ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ ഫിൻലാൻഡിന്റെ ഇതിഹാസമാണ് പാവോ നൂർമി. ഫ്ലൈയിങ് ഫിൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. പുരാതന ഗ്രീക്ക് പാരമ്പര്യത്തെ ആദരിച്ചുകൊണ്ട് ഗ്രീക്ക് ദേവന്മാരുടെ രീതിയിൽ നഗരനായി സൃഷ്ടിച്ച ഒരു പ്രതിമയാണിത്. ഈ ഒളിമ്പിക് സ്റ്റേഡിയത്തിന്റെ വശത്തായി നിർമ്മിച്ചിരിക്കുന്ന 72.71 മീറ്റർ ഉയരമുള്ള ഗോപുരം 1932 ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഫിനിഷ് കായിക താരം മാറ്റി ജാർവിനൻ ജാവലിൻ എറിഞ്ഞ ദൂരമാണ്. അദ്ദേഹത്തിന്റെ 5 ത്രോകളിൽ 4 എണ്ണവും ഒളിമ്പിക് സ്വർണം നേടാൻ പര്യാപ്തമായിരുന്നു. ഈ ടവറിന് മുകളിൽ കയറിയാൽ ഹെൽസിങ്കി നഗരത്തിന്റെ വിഹക വീക്ഷണം ലഭിക്കും. ലിഫ്റ്റ് സൗകര്യവും ഉണ്ട്. ഫിൻലാൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കി രാജ്യത്തെ ഏറ്റവും വലുതും ഏറ്റവും ജനസംഖ്യയുള്ളതുമായ നഗരമാണ്. ഇളം നിറത്തിലുള്ള ഗ്രാനൈറ്റുകൾ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ കാരണം ഈ നഗരത്തെ വെളുത്ത വടക്കൻ നഗരം എന്ന് വിളിക്കുന്നു. ഹെൽസിങ്കി പ്രായോഗികമായി നടക്കാൻ പറ്റിയ ഒരു നഗരമാണ്. ഇത് ഒതുക്കമുള്ളതും കാൽനടയായി സഞ്ചരിക്കാൻ എളുപ്പവുമാണ്. മിക്ക ഹോട്ടലുകളും നഗര കേന്ദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പ്രധാന കാഴ്ചകളും പ്രധാനമായി താല്പര്യമുള്ള സ്ഥലങ്ങളും ഹോട്ടലുകളിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലാണ്. ഹെൽസിങ്കിയിലെ ഏറ്റവും മനോഹരമായ തെരുവുകളിലൊന്നായി ഹുവില കാട്ടുവിനെ കണക്കാക്കുന്നു. കൂടാതെ അതിന്റെ വർണ്ണാഭമായ വാസ്തുവിദ്യ പകർത്തുന്നതിന് ഫോട്ടോഗ്രാഫർമാർക്ക് ഇതൊരു പ്രിയപ്പെട്ട സ്ഥലമാണ്. ഹെൽസിങ്കി അതുല്യമായ ആകർഷണീയതയുള്ള മനോഹരമായ കടൽത്തീര നഗരമാണ്. ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹെൽസിങ്കിയിൽ ഉന്നതമായ സംസ്കാരം തീരദേശ സൗന്ദര്യവുമായി സംയോജിച്ചിരിക്കുന്നു. അനായാസമായ നോർഡിക് ജീവിതശൈലിയും സൗഹൃദപരമായ തദ്ദേശീയരും ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഈ വടക്കൻ നഗരവുമായി നമ്മെ എളുപ്പത്തിൽ പ്രണയത്തിലാക്കും. ഇനിയുള്ള യാത്ര സ്വീഡനിലേക്കാണ്. ഹെൽസിങ്കിയിൽ നിന്ന് സ്റ്റോക്ക്ഹോമിലേക്ക് ഏകദേശം 18 മണിക്കൂർ 15 മിനിറ്റ് എടുക്കും. ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് കപ്പൽ കയറി അടുത്ത ദിവസം രാവിലെ എത്തുന്ന രീതിക്കാണ് യാത്ര തീരുമാനിച്ചത്. ഈ റൂട്ടിൽ ദിവസവും 2 എന്ന നിലയിൽ നിലവിൽ 14 വീക്കിലി സെയിലിംഗുകൾ ഉണ്ട്.
സ്റ്റോക്ക്ഹോമിനും ഹെൽസിങ്കിക്കുമിടയിലുള്ള യൂറോപ്പിലെ ഏറ്റവും ആസ്വാദ്യകരമായ ഈ കടൽ യാത്ര നാടകീയമായ ദ്വീപ സമൂഹങ്ങൾ, അസ്തമയ സൂര്യൻ, ഒരു രാജകീയ സ്മോർഗാസ് ബോർഡ് അത്താഴം എന്നിവ ഉൾപ്പെടുന്നു. സ്മോർഗാസ് ബോർഡ് അത്താഴം എന്നത് അതിഥികൾ സ്വയം വിളമ്പുന്ന വൈവിധ്യമാർന്ന ചൂടുള്ളതും തണുത്തതുമായ വിഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പരമ്പരാഗത സ്വീഡിഷ് ബുഫയാണ്. ഹെൽസിങ്കി സ്റ്റേഷനിൽ നിന്ന് സ്റ്റോക്ക്ഹോം സ്റ്റേഷനിലേക്ക് നേരിട്ട് ട്രെയിനില്ല. പല ട്രെയിൻ മാറി കയറിയുള്ള ആ യാത്രയ്ക്ക് ഏകദേശം 25 മണിക്കൂറിലധികം എടുക്കും. വിമാനയാത്രയേക്കാൾ വളരെ വില കുറഞ്ഞതാണ് ഫെറി യാത്ര. നിങ്ങളുടെ വാഹനം കൊണ്ടുവന്നാലും കപ്പലിൽ കയറ്റി കൂടെ കൊണ്ടുപോകാവുന്നതാണ്. ഇനി സ്വീഡനിലെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ യാത്ര ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി.